ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോ കോപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം പറഞ്ഞാൽ മതി. അപ്പോൾ കമൻറ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ റീവാലുവേഷൻ്റെ റിസൾട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാം. ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഫോട്ടോ കോപ്പി എടുത്തിട്ടുള്ളത് ഇംഗ്ലീഷ്, ബയോളജി, മാത്സ്, ഇത് മൂന്നെണ്ണമാണ് ഫോട്ടോ കോപ്പി എടുത്തിട്ടുള്ളത്. അതിൽ ഇംഗ്ലീഷിന് ഫുൾ ഉണ്ടായിരുന്നു. എന്നാലും ഇംഗ്ലീഷ് എടുത്തതിൻ്റെ കാരണം എനിക്ക് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെയാണ് പേപ്പറിൽ എഴുതിയിട്ടുള്ളതെന്ന്. കാരണം എനിക്കത് വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എനിക്കൊരു ഗ്രാമറിൻ്റെ ഒരെണ്ണം കൂടെ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുകൂടെ എഴുതി പെട്ടെന്ന് കൊടുക്കുമായിരുന്നു. കറക്റ്റ് സമയമാകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങിക്കുമല്ലോ. അതുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല, ഒന്നും വായിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ എന്തുവാ എഴുതിയെന്നൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൻ്റെ ഫോട്ടോ കോപ്പി എടുത്തത്. പിന്നെ ബയോളജിക്കാണെങ്കിൽ സുവോളജി ആണ് പോകുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഒരു മാർക്ക് പോയി. അത് എവിടെയാണ് പോയത് എന്ന് ഉള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. മാത്സും അത് തന്നെ, ഒരു മാർക്ക് പോയത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ ഷീറ്റുകൾ. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞോട്ട് തന്നെ സുവോളജിയിൽ 29 മാർക്ക്, ഒരു മാർക്ക് പോയിട്ടുണ്ട്. അത് എവിടെയാണ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആറാമത്തെ ക്വസ്റ്റ്യന് ഒരു മാർക്കേ തന്നിട്ടുള്ളൂ. കാരണം ഒരു മാച്ച് ദ ഫോളോയിങ് അതിലെ 2 ഞാൻ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, ബാക്കി 2 തെറ്റിച്ചിട്ടുണ്ട്. 1/2 മാർക്ക് വീതമാണ് ഓരോന്നിനും. മാച്ച് ദ ഫോളോയിങ് അല്ല, ടേബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ളവരണം. അപ്പോൾ അതാണ് തെറ്റിച്ചേക്കുന്നത്. അല്ലാതെ ബാക്കിയെല്ലാം ഓക്കെ കേട്ടോ, ബാക്കിയെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പം പിന്നെ ഉള്ളത് ബോട്ടണി എനിക്ക് ഫുൾ ഉണ്ടായിരുന്നു. ബയോളജിക്ക് ടോട്ടൽ എനിക്ക് 59 മാർക്കായിരുന്നു 60-ൽ. അപ്പോൾ സുവോളജിക്കാണ് മാർക്ക് പോയത്. ബോട്ടണി ആണെങ്കിലും ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലർക്ക് സംശയം ഉണ്ടായിരിക്കും, ഈ ആദ്യം എഴുതിയതിനാണോ മാർക്ക് തരുന്നത് അല്ലെങ്കിൽ ഏറ്റവും നല്ലതിനാണോ മാർക്ക് തരുന്നത്, ബെസ്റ്റ് ഓഫിനാണോ മാർക്ക് തരുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഏതാണോ അതിനാണ് മാർക്ക് തരുന്നത്. ഞാനിതിൽ 5, 6, 7, 8, 9, 10, 11, 12 അങ്ങനെ 15 വരെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിനകത്തിൽ 7-നും 10-നും എനിക്ക് ഓരോ മാർക്ക് വീതമേ ഉള്ളൂ. അതിൽ 5 തൊട്ട് 15 വരെ ഉള്ളതിന് 2 ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഉത്തരം എഴുതണം. അപ്പോൾ ബാക്കി എല്ലാത്തിൻ്റെയും കറക്റ്റ് ആയതുകൊണ്ട് ഏറ്റവും കുറവ് മാർക്കുള്ളത് അത് എക്സ്ട്രാ ആയിട്ട് എടുത്തിട്ട് ബാക്കി ഉള്ളതിന് ഫുൾ മാർക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിലും 16 തൊട്ട് 19 വരെ ഉള്ളത് 3 മാർക്കിൻ്റെ ആയിരുന്നു. അതിൽ 3 എഴുതിയാൽ മതി. ഞാൻ അതിൽ 4 അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ഒരെണ്ണത്തിന് 2 മാർക്കായിപ്പോയി. അതുകൊണ്ട് അതിലെ ബെസ്റ്റ് 3 എടുത്തു. അങ്ങനെയാണ് ഉള്ളത്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ മാത്സ് എനിക്ക് ശരിക്കും 58.5 മാർക്കാണ് കേട്ടോ. 58.5 മാർക്ക്, അത് റൗണ്ട് ചെയ്ത് 59 ആയിക്കുക, അര ഒന്നാക്കും. അപ്പോൾ എനിക്ക് ഇതിൽ 6ാമത്തെ ക്വസ്റ്റ്യനിൽ 1/2 മാർക്ക് പോയി. എന്ന് പറയുമ്പോൾ അതൊരു എനിക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി പാർട്ട്, ഒരു ക്വസ്റ്റ്യൻ്റെ ബി പാർട്ടിൽ അതിൽ 13 വരേണ്ട അടുത്ത് ഞാൻ പ്ലസോ മൈനസോ എന്തോ ചെയ്തിട്ട് 13 അവിടെ എഴുതേണ്ടത്. പക്ഷേ ഞാൻ അപ്പോഴത്തെ വെപ്രാളത്തിൽ 18 എഴുതി. അവിടം വരെ കാൽക്കുലേഷൻ കറക്റ്റാണ്. ഫൈനൽ ആൻസർ പക്ഷേ തെറ്റാണ്. അപ്പോൾ ഫൈനൽ ആൻസറിനാണ് 1/2 മാർക്ക് പോയിരിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ 17ാമത്തെ ക്വസ്റ്റ്യനിലെ 1ാമത്തെ സബ് ക്വസ്റ്റ്യൻ, അത് ടാൻ തീറ്റയുടെ എന്തോ ഒരു ടാനിൻ്റെ വാല്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതാനുള്ളതായിരുന്നു. അത് എനിക്ക് 1 വേർഡ് തെറ്റി, അതാണ് പോയിരിക്കുന്നത്. വേറൊന്നും മാത്സിൽ പോയിട്ടില്ല. മാത്സിലെല്ലാം ബാക്കി കറക്റ്റാണ്. മാത്സ് പരീക്ഷ കുറച്ച് പാടായിരുന്നെങ്കിലും അത്യാവശ്യം എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് എല്ലാവരും ചോദിച്ചാൽ ഇംഗ്ലീഷിൻ്റെ കാര്യം. എനിക്ക് ഇംഗ്ലീഷിന് 79.5 ഫുൾ മാർക്ക് തരത്തില്ലെന്ന് ഞങ്ങളുടെ ടീച്ചറാണേലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുൾ മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ 79.5 അര പോയേക്കുന്നത് 26ാമത്തെ ക്വസ്റ്റ്യനാണ് 1/2 മാർക്ക് പോയിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനെ പറ്റി നമുക്ക് അവിടെ ഉണ്ടായ അനുഭവമൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏതാണ്ട് അതുപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാൻ അതിൽ ഒരു വളരെ ചെറിയൊരു തെറ്റാണ് വരുത്തിയിരിക്കുന്നത്. പക്ഷേ അതിന് ഫുള്ള് തരത്തില്ലല്ലോ ലാംഗ്വേജിന്, അതുകൊണ്ട് അതിന് കുറച്ചിട്ടുണ്ട്. പിന്നെ വേറെ എങ്ങും അങ്ങനെ മിസ്റ്റേക്കൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ എന്തോ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാർ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലമാണ്. ഞാൻ ഹിൽ സ്റ്റേഷന് മൂന്നാറിനെ പറ്റിയിട്ടാണ് എഴുതി. അപ്പം മൂന്നാർ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലമല്ലേ. അപ്പം അതിൽ മൂന്നാറിന് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ ഇട്ടിട്ടില്ല. അതുപോലെ ബൈ എന്ന് എഴുതേണ്ടടുത്ത് ഞാൻ ത്രൂ എന്ന് എഴുതേണ്ടടുത്ത് ഞാൻ ബൈ എന്ന് എഴുതി. അങ്ങനെ 2 മിസ്റ്റേക്ക് വന്നതിനാണ് ഈ 1/2 മാർക്ക് പോയത്. ബാക്കി എല്ലാത്തിനും ഫുൾ മാർക്കുണ്ട്. ഇതിനകത്തിൽ എനിക്ക് ഇംഗ്ലീഷിൻ്റെ കാര്യം ഞാൻ എഴുതി കഴിഞ്ഞ് എന്നെ സംബന്ധിച്ച് ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ഭാഗമൊന്നും ഓർമ്മ കാണത്തില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. ഞാൻ അവിടെ നിന്നേ വിട്ടിട്ടാണ് തിരിച്ച് ഇങ്ങോട്ട് വരുന്നത്. എന്തൊക്കെ എഴുതി എന്നുള്ളത് ഞാൻ അവിടെ വെച്ചേ മറന്നു കളയും. അതുകൊണ്ട് ഈ ഇംഗ്ലീഷ് എന്തുവാണ് എഴുതിയതെന്ന് എനിക്ക് ഒരു തിട്ടമില്ലായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിന് ഫുള്ള് കിട്ടുമോ, വായിച്ചു നോക്കാൻ പോലും പറ്റിയില്ല. പക്ഷേ ഫുള്ള് കിട്ടി കേട്ടോ.
പിന്നെ ഇതിൽ സ്പീച്ചൊക്കെ ആണെങ്കിൽ ഞാൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നുള്ളതിനകത്തൊക്കെ ഇഷ്ടംപോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ 8 മാർക്കിൻ്റെ അതുകൊണ്ടൊക്കെ അത് കിട്ടി. പിന്നെ 20ാമത്തേത് ഒരു ലെറ്റർ എഴുതാനായിരുന്നു. പിന്നെ പ്രൊഫൈൽ, എനിക്കൊന്ന് ഈ പ്രൊഫൈലുണ്ടല്ലോ, പ്രൊഫൈലാണ് ഏറ്റവും കൂടുതൽ. പ്രൊഫൈൽ അതുപോലെ നമ്മൾ ഒരു 6 പേര് പറയും, എന്നിട്ട് അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക അവരോട്. അങ്ങനെ 6 ക്വസ്റ്റ്യൻസ് 6 മാർക്കിന്. അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ അതൊക്കെ എന്ന് പറഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള സംഭവങ്ങളാണ്. ഈ എന്താ പറയുന്നത്, ഈ മറ്റേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു കുറയുന്നത് ഈ ആദ്യത്തെ 8 സെക്ഷനിൽ നിന്നായിരിക്കും. അത് നിർബന്ധമായിട്ട് എഴുതേണ്ട സെക്ഷനല്ലേ, അപ്പോൾ അത് ടെക്സ്റ്റ് ശരിക്കും വായിക്കുന്നവർക്ക് മാത്രമേ ഒരുപക്ഷെ അത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഗ്രാമർ പാർട്ട് എനിക്ക് ഈ 11.5 ഇട്ടേക്കുന്നുണ്ട്, അത് എക്സ്ട്രാ ആണ് 11.5 ഇട്ടേക്കുന്നത്. അതിനകത്തെ ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ 11.5 അല്ല 1.5, 11ാമത്തെ ക്വസ്റ്റ്യൻ 1.5 ഇട്ടേക്കുന്നത്. അതിലൊരു ഗ്രാമർ ക്വസ്റ്റ്യനിൽ ഞാൻ റോട്ട് എന്നുള്ളിടത്ത് റൈറ്റ് എന്ന് എഴുതി. അങ്ങനെ ഒരു ചെറിയ തെറ്റാണ് പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് 1.5 ആക്കിയത് അങ്ങനെ. അപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്ക് വായിച്ച് നോക്കിയിട്ട് നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇംഗ്ലീഷിൻ്റെ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, നമ്മൾ എഴുതുമ്പോൾ സ്പീച്ച് പോലത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ എഴുതുമ്പോൾ ഇപ്പോൾ വുമൺ എംപവർമെൻറ്റിനെ പറ്റി +2 നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. വുമൺ എംപവർമെൻറ്റ് എന്നുള്ള ടോപ്പിക്കിൽ ഒരു യൂണിറ്റ് തന്നെ ഉണ്ട് ഏതാണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മളിപ്പം ആ ഒരു യൂണിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാമാണ് അല്ലെങ്കിൽ ഫൈനൽ എക്സാം ആണെങ്കിലും എന്തെങ്കിലും ഇതുപോലൊരു ടോപ്പിക് ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ഈ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള കോട്ടുകളൊക്കെ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഒരു സ്പീച്ച് അല്ലെ എസ്സേ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ കോട്ടുകളൊക്കെ അതിലെഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് നല്ലതായിരിക്കും അങ്ങനെ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ മിക്കവാറും അങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ സ്പീച്ചിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ ഓഡിയൻസിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയിൽ സ്പീച്ച് എഴുതി കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. അതുപോലെ ഞാൻ ഇതിനകത്ത് സ്റ്റീഫൻ ഹോക്കിൻസിന് ഒക്കെ ഇമെയിൽ അയക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു +പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ ഇതുണ്ടോ, ഇതിനകത്ത് ഹസൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ എഴുതാൻ പറഞ്ഞായിരുന്നു. അതിനകത്ത് ഞാൻ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ അതെന്ന് പറയുന്ന ഒരു ഒരു ഫ്രേസ് പോലെ, അല്ലെങ്കിൽ അതൊരു സേയിങ് അല്ലേ, അല്ലെങ്കിൽ വേർഡ് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇതല്ലേ. അപ്പം അങ്ങനെയുള്ള ചെറിയ ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ തന്നെ ഒരു ചെക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനൊരു ഇമ്പ്രഷൻ വരും. പിന്നെ ഓർഡറിൽ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാനിപ്പോൾ ഇതിനകത്തിൽ 1 തൊട്ട് 12 വരെ ആദ്യം എഴുതിയിട്ട് പിന്നെ എഴുതിയേക്കുന്ന ക്വസ്റ്റ്യൻ ഇതുണ്ടോ 9, 12, പിന്നെ എഴുതിയേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 27ാമത്തെ ക്വസ്റ്റ്യനാണ്. പിന്നെ ഞാൻ ബാക്കിൽ നിന്ന് മുന്നിലോട്ടാണ് എഴുതി വന്നേക്കുന്നത്. അതുകൊണ്ട് അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ് എന്താ ചെയ്യണമെന്നൊക്കെ ഉള്ളത്, നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് എഴുതാം. പിന്നെ ടൈം മാനേജ്മെൻറ്റാണ് കാര്യം. ഞാൻ ആദ്യമേ എപ്പോഴും മിക്കവാറും എഴുതാറുള്ളത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 2 അത്ര എഴുതി കഴിയുമ്പോഴത്തേക്ക് അരമണിക്കൂർ. പിന്നെ അതുപോലെ മാത്സ് ആയിരുന്നു ഓൾമോസ്റ്റ് ഏറ്റവും ടഫായിട്ടുള്ള എക്സാം ആയിട്ട് എല്ലാവരും പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനകത്തിൽ വൺ ഓഫ് ദ മോസ്റ്റ് ടഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാസ്റ്റ് 6 മാർക്കിൻ്റെ സെഷനിലെ 17ാമത്തെ ക്വസ്റ്റ്യൻ്റെ 3ാമത്തെ ഭാഗമായിരുന്നു കേട്ടോ. അത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഞാൻ നിറച്ച് വെട്ടും കുത്തുകയാണ്. അതിന് നമുക്ക് വേറെ എഴുതി നോക്കാൻ ഒരു പേപ്പർ പോലും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ സൈഡിൽ ഇങ്ങനെ മാത്സിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൈഡിലൊരു വര വരച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള കാൽക്കുലേഷനൊക്കെ ഇവിടെ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്തതെന്ന് ടീച്ചറിന് ഒരു ബോധം വരും. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇവിടുന്ന് നമുക്ക് എങ്ങനെ ഈ ആൻസർ കിട്ടുന്നത്, അപ്പോൾ തന്നെ കോപ്പി അടിച്ചാണോ എന്ന് അവർക്ക് എൻ്റെ സംശയം വരുത്തില്ല. അതുകൊണ്ട് ഞാൻ സൈഡിൽ തന്നെ ഇതെല്ലാം എഴുതാറുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഇതാണ് എനിക്ക് തെറ്റിയത് 1 മാർക്കിൻ്റെത്. പിന്നെ ഇതിൻ്റെ ആ പാടായിട്ടുള്ള ആ പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിൽ കുറേ വട്ടം ചെയ്ത് നോക്കി, തുടച്ച് പെൻസിൽ വെച്ച് ചെയ്തത്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നും എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പെൻസിൽ വെച്ച് ചെയ്ത് പിന്നെയും തുടച്ച് ലാസ്റ്റ് മിനിറ്റിൽ ഏറ്റവും ലാസ്റ്റ് പേജിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. പെട്ടെന്ന് കിട്ടിയതാണ് സംഭവം. എന്നിട്ട് അവസാനം അത് പ്രൂവ് ചെയ്യാൻ പറ്റി. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ വെട്ടി കഴിഞ്ഞിട്ട് ക്യാൻസൽഡ് എന്നിടണമെന്ന് പറഞ്ഞു. പിന്നെ വേറൊന്നും എഴുതാതിരിക്കാനായിരിക്കും. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ കുറേ ആലോചിച്ചിട്ടാണ് ഇത് കിട്ടിയത്. ഇച്ചിരി മാത്സ് സത്യത്തിൽ കുറച്ച് ടഫായിട്ടുള്ള എക്സാം ആയിരുന്നു, പക്ഷേ അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ പറ്റി. ആ ഒരു ആ ടാനിൻ്റെ അതിനകത്തിൽ ആ ഒരു ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളായിരുന്നു കുറച്ച് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്ത്. പിന്നെ അതുപോലെ ഈ തെറ്റിച്ചത് അത് വെപ്രാളം കൊണ്ട് തെറ്റിച്ചതാണ്. അത് 13 എന്തോ ആഡോ സബ്ട്രാക്റ്റോ അങ്ങോട്ട് ചെയ്ത് എഴുതേണ്ടടത്ത്
13 കിട്ടേണ്ടിടത്ത് ഞാൻ വെപ്രാളത്തിന് 18 എഴുതി. അതാണ് തെറ്റിപ്പോയത്. അപ്പം ഫൈനൽ ആൻസർ വരെ കറക്റ്റ്, ഫൈനൽ ആൻസർ ഒഴിച്ച് ബാക്കി സ്റ്റെപ്പ് വരെ കറക്റ്റാണ്. അപ്പോൾ ആൻസർ എഴുതിയതിൽ 13 എഴുതേണ്ടത് 18 എഴുതി. അതുകൊണ്ട് ഫൈനൽ ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ എപ്പോഴും 1 മാർക്ക് 1 മാർക്ക് വല്ലതും കുറയ്ക്കത്തുള്ളൂ എന്ന് ഞങ്ങൾ ടീച്ചറും പറഞ്ഞായിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് ഈ 22-ാം തീയതി തൊട്ട് ഇതുവരെ എക്സാം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇനി മൺഡേ ഒരു എക്സാം ഉണ്ട്, ലാസ്റ്റ് അതാണ് ബയോളജി. അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കുന്നവരടുത്ത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എക്സാം. മാത്സ് ഒക്കെ കുഴപ്പമില്ല, മാത്സ് അതുപോലെ തന്നെ ഫിസിക്സ് ഒന്നും വലിയ കുഴപ്പമില്ല. എനിക്ക് അതിൻ്റെയൊക്കെ തെറ്റിയേക്കുന്ന ആ 1 മാർക്ക് ഭാഗത്താണ്, ബാക്കിയൊക്കെ കുഴപ്പമില്ല. പിന്നെ കെമിസ്ട്രി ആയിരുന്നു കൂട്ടത്തിലെ വില്ലൻ. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ എത്രത്തോളം ഞാൻ വായിച്ചു നോക്കി, എനിക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട്, പക്ഷെ ഒന്നും ഒരുപാട് നേരം മൈൻഡിൽ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഇലക്ട്രോ കെമിസ്ട്രിയുടെ ആ ബാറ്ററിയുടെ ഇക്വേഷനൊക്കെ ചോദിച്ചു, മറ്റേ ലെഡ് ആണെന്ന് തോന്നുന്നു, അതിൻ്റെ കാഡ്മിയം എന്തോ നിക്കൽ കാഡ്മിയത്തിൻ്റെയോ ലെഡിൻ്റെ എന്തോ ചോദിച്ചു. അപ്പോൾ അതും എഴുതിയില്ല. അപ്പം എനിക്കതൊക്കെ കുറച്ച് പാടായിരുന്നു. പിന്നെ ലാംഗ്വേജസ് ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഇന്നത്തെ കൂട്ടത്തിലെ പാടെന്ന് പറഞ്ഞാൽ ഫിസിക്സിൻ്റെ ആ ഫസ്റ്റ് കുറച്ചത് അതെന്ന് പറഞ്ഞാൽ അശ്രദ്ധ കൊണ്ട് തെറ്റിച്ച. പിന്നെ കെമിസ്ട്രി പറയാൻ വാക്കുകളില്ല, അത്രയും അടിപൊളിയായിരുന്നു. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ബയോളജി ഇനിയും മൺഡേ അറിയത്തുള്ളൂ എങ്ങനെ ഇരിക്കുമെന്ന്. അതുപോലെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഞാൻ ആ ഒരു ഹിൽ സ്റ്റേഷൻസിനെ പറ്റി എഴുതാൻ പറഞ്ഞെടുത്ത് ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല എഴുതാൻ. കാരണം ഞാൻ ഈ മൂന്നാർ സത്യത്തിൽ പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവസാനം നമുക്ക് അത് ഏത് പോയത്തിൽ നിന്നാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു HW ലോങ്ഫെല്ലോടെ ഹിൽസൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോയമുണ്ട്. എൻ്റെ പേര് സൺറൈസ് ഓൺ ദ ഹിൽസ്, അതിൽ നിന്ന്. അപ്പോൾ ഞാൻ ലാസ്റ്റ് എഴുതി ഐ റിമെമ്പേർഡ് ദ പോയം ഓഫ് ദ വെൽ നോൺ പോയറ്റ് HW ലോങ്ഫെല്ലോ, സൺറൈസ് ഓൺ ദ ഹിൽസ്. ഇൻ ബിറ്റ്വീൻ ഹിസ് വേർഡ്സ് കെയിം ടു മൈ മൈൻഡ്, ഇഫ് യു ആർ ടയർഡ് ആൻഡ് യുവർ മൈൻഡ് ഇസ് ഡിസ്റ്റർബ്ഡ്, go to the hills. Between the stressful school academics, the trip to hill station was an amazing experience. It wakes you from the tyranny of stressful life. I would surely never ever forget those beautiful സണ്ണി ഡേയ്സ് ഇൻ ദോസ് ഹിൽസ്. അത് ഞാൻ എൻ്റെ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫായിട്ട് കൺക്ലൂഷൻ പോലെ എഴുതിയത്. അപ്പോൾ കൺക്ലൂഷനും സ്റ്റാർട്ടിങ്ങും ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റുന്ന പോലെ തന്നെ എഴുതുക കേട്ടോ. കാരണം ഇടയ്ക്കത്തെ ഒന്നും ഒരുപാട് വായിച്ചില്ലെങ്കിലും സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ആണ് ഒരു ഇമ്പ്രഷൻ എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ആദ്യമൊക്കെ മിക്കവാറും കോട്ടുകൾ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞ വേർഡിങ്സ് ഒക്കെ ആയിരിക്കും എഴുതുന്നത്. പിന്നെ ലാസ്റ്റ് ആണെങ്കിലും അതുപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, കോട്ട്സ് ഇതുപോലൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതിയാലും മതി. വലിയ ഇടയ്ക്ക് ഈ പോയിൻറ്റ്സ് ഒക്കെ ഫസ്റ്റും സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും വരണം. ഇടയ്ക്കാണെങ്കിലും ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് ഗ്യാസൊക്കെ വേണമെങ്കിൽ കയറ്റി എഴുതാം. അപ്പോൾ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ റീവാലുവേഷൻ റിസൾട്ടിൻ്റെ കാര്യം നിങ്ങൾക്ക് മാർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. റീവാലുവേഷന് 2 മാർക്കാണ് എനിക്ക് കിട്ടാനിരുന്നെങ്കിലും ഒന്നും കിട്ടിയിട്ടില്ല. കാരണം ഈ ഫോട്ടോ കോപ്പി എടുത്ത് കഴിഞ്ഞിട്ടാണ് റീവാലുവേഷൻ അപ്ലൈ ഉണ്ടെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യത്തില്ലായിരുന്നു. കാരണം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ 1 മാർക്ക് പോയേക്കുന്നത് ഈ ഇതിനാണ്, മറ്റേ വൺ വേർഡിനാണ്. അതുപോലെ തന്നെ സുവോളജി ആണെങ്കിലും അത് തന്നെ ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലായിരുന്നാൽ കൊടുക്കത്തില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഇത് രണ്ടും ഒരുമിച്ചല്ലേ കൊടുത്തത്, അതുകൊണ്ട് അങ്ങ് കൊടുത്തതാണ്. പിന്നെ റീവാലുവേഷൻ ഒന്നും കിട്ടിയില്ല. എനിക്ക് സങ്കടമൊന്നുമില്ല, കാരണം ഇത്രയും തന്നെ വലിയ കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ വർക്ക് ചെയ്തതിനുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇംഗ്ലീഷ് എക്സാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ കോട്ടുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കോട്ടുകൾ കാണാതെ പഠിക്കണമെന്നില്ല. ഇപ്പം മലയാളം മൂവീസ് തന്നെ കണ്ടാൽ തന്നെ ഇഷ്ടംപോലെ 5 ഡയലോഗ് കിട്ടും ഇതിനകത്തിൽ. അപ്പം ഞാൻ കൂടുതലായിട്ട് മൂവീസ്, സീരീസ് ഒക്കെ കൂടുതൽ കാണുന്നുള്ള, സീരീസിനെക്കാട്ടി കൂടുതലും മൂവീസാണ് കാണുന്നത്. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഈ വായിച്ച് പഠിക്കുന്ന, എഴുതി പഠിക്കുന്നതിനെക്കാട്ടിലൊക്കെ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് അല്ലാതെ വിഷ്വലായിട്ടെല്ലാം എനിക്ക് ഈ കാണുന്നതാണ് താല്പര്യം, കേൾക്കുന്നതിനൊക്കെ കാട്ടി. അപ്പം ഞാൻ ഈ സിനിമയൊക്കെ കണ്ട് അതിനകത്തിൽ തന്നെ കുറേ ശോകം ഡയലോഗുണ്ട്, പഞ്ച് ഡയലോഗുണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അതിലൊക്കെ തന്നെ നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഡയലോഗ് കാണും. നമുക്ക് അതൊക്കെ ഒറ്റവട്ടം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ പഠിക്കുന്ന കാര്യമൊന്നും എന്നെ സംബന്ധിച്ച് ഒറ്റവട്ടമൊന്നും കേട്ടാൽ മനസ്സിലാവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ കാണുമല്ലോ, അത് നമ്മളായിട്ട് ഇംഗ്ലീഷിലാക്കി എഴുതിയാൽ മതി. ഫേമസ് സേയിങ് അല്ലേ, വെൽ നോൺ പോയിറ്റ് സെഡ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതുക. ആരും അന്വേഷിക്കാൻ പോകുന്നില്ലല്ലോ ആരാണ് പറഞ്ഞതെന്നൊന്നും. നമ്മൾ എഴുതുന്ന നമ്മുടെ ലാംഗ്വേജ് സ്കില്ലിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഈ ജനറൽ എസ്സേ ഒക്കെ തരുന്നത്. അപ്പോൾ ഞാൻ ഈ എല്ലാ ആഴ്ചയും ഞാൻ ഫ്രൈഡേ നൈറ്റും അതുപോലെ തന്നെ സാറ്റർഡേ നൈറ്റ്, ഈ 2 ദിവസം ഞാൻ ഏതെങ്കിലും 2 സിനിമ കാണും മിക്കവാറും. ഇതുവരെയുള്ള ഈ ഒരു 2-3 മാസം കൊണ്ടുള്ള +2 കയറിയതിന് ശേഷമുള്ള ഒരു ശീലമാണ്. കാരണം നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ടേ. അതുകൊണ്ട് എനിക്കെപ്പോഴും ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനോട് തീരെ താല്പര്യമില്ല. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് 3-ൽ കൂടുതൽ മണിക്കൂർ പഠിക്കുന്നത് എനിക്ക് തീരെ താല്പര്യമുള്ള കാര്യമല്ല. എന്നാലും ഞാൻ എൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കും.
അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമ കാണുമോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ക്രേസാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇതുപോലുള്ള ഡയലോഗുകളൊക്കെ ഞാൻ ഇംഗ്ലീഷീകരിച്ച് എഴുതാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ കാണുന്നത് നമ്മളെന്തായാലും സിനിമയൊക്കെ ഒറ്റവട്ടം കണ്ടു കഴിഞ്ഞാൽ മറക്കത്തില്ല. ഒരു ഡയലോഗെങ്കിലും നമ്മുടെ മനസ്സിൽ പതി. അപ്പോൾ അതൊക്കെ അതിനൊക്കെ പകരം ഈ റീൽസൊക്കെ കാണുന്ന സമയത്ത് അതിനകത്തൊക്കെ മോട്ടിവേഷൻ കോട്സൊക്കെ എഴുതി വരത്തില്ല, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തെടുത്താൽ മതി. പിന്നെ ഞാൻ സത്യത്തിൽ പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അകത്തൊക്കെ ടിക്കൊക്കെ കാണുമെന്നാണ്. നമ്മൾ ശരിക്കും എക്സാം എഴുതുന്നത് ഈ അകത്ത് നമ്മൾ ടീച്ചേഴ്സ് ടിക്കിടും, സൈഡിൽ മാർക്കിടും, എന്നിട്ട് ചിലപ്പോൾ സ്റ്റാറൊക്കെ ഇട്ട് തരും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ പ്രതീക്ഷിച്ചാണ് ഈ പരീക്ഷയൊക്കെ എഴുതിയത്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ്, SSLCയിലും ഫോട്ടോ കോപ്പിയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇതെനിക്ക് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് അങ്ങ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തൊക്കെ കണ്ടോ ഒരു ടിക്ക് പോലും ഇല്ല. അപ്പം ഇത് വന്നു കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് ഈ അകത്തൊന്നും ടിക്ക് ഇടത്തില്ല, ജസ്റ്റ് ഈ വെളി മാത്രമേ മാർക്ക് ഇടത്തുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ ഈ നമ്മുടെ സ്കൂളിലേക്കാണ്, എൻ്റെ സ്കൂളിലേക്കാണ് ഇത് വന്നത്, ഈ ഫോട്ടോ കോപ്പി വന്നത്. അപ്പം ഈ അഡ്രസ്സൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇത് ഫോമിനകത്ത്. അപ്പം ഞാൻ വിചാരിച്ച് വീട്ടിലോട്ടായിരിക്കും വരുന്നതെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നപ്പോൾ ഒരു ദിവസം സ്കൂളിൽ നിന്ന് പറഞ്ഞു, ഞാൻ സ്കൂളിൽ തന്നെ ഇരിക്കുമായിരുന്നു അന്ന്, പറഞ്ഞത് പേപ്പർ വന്നിട്ടുണ്ട്, എന്നിട്ട് എന്നെ കൊണ്ട് ഒപ്പിടിച്ച് മേടിച്ച്, എന്നിട്ട് ടീച്ചർ അരിച്ച് പെറുക്കിയിട്ട് പറഞ്ഞു ഇന്നതാണ് തെറ്റ്, മാത്സിൻ്റെയും ബയോളജിയുടെ അതുകൊണ്ട് റീവാലുവേഷൻ കൊടുത്താലും കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷിൻ്റെ ആണെങ്കിലും ടീച്ചർ ഇങ്ങനെ ആ കുറഞ്ഞ മാർക്കുള്ളത് നോക്കിയിട്ട് ടീച്ചർ പറഞ്ഞു അതിന് കുറച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിൻ്റെ മൂന്നാർ എന്നുള്ള ഈ സ്ഥലമായതുകൊണ്ട് മൂന്നാറിൻ്റെ ക്യാപിറ്റൽ ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ ആ ഒരു ബൈ എഴുതിയേക്കോ അവിടെ ത്രൂ എഴുതേണ്ടത്. അപ്പോൾ അതും ഇതുണ്ടോ, ഇതാണ് ദ ജേർണി ബൈ ദ ഹിൽ സ്റ്റേഷൻസ് ഗീവ് മീ എൻലെസ് ജോയ് ആൻഡ് ഇമ്മൻസ് പ്ലഷർ. ത്രൂ ദ ഹിൽ സ്റ്റേഷൻസ് ആണ് വേണ്ടത്. പിന്നെ ഇതുണ്ടോ അതിനകത്ത് ഈ മൂന്നാറെന്ന് എഴുതിയിരിക്കുന്നത് സ്മോളാണ്. അപ്പോൾ അത് രണ്ടുമാണ് എനിക്ക് വന്ന തെറ്റുകളെന്ന് പറയുന്നത്. ഞാനീ പറഞ്ഞതെല്ലാം ഒരുപക്ഷെ എനിക്ക് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ട്രിക്കുകളാവാം, പക്ഷെ എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ ആവണമെന്നില്ല, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യാറ് സാധാരണ. അതുപോലെ റീവാലുവേഷൻ ചെയ്തിട്ട് റിസൾട്ട് മാർക്സ് കൂടിയിട്ടുള്ളവരുണ്ടായിരിക്കും, അവർക്ക് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മറക്കാതെ ഫോളോ ചെയ്യുക കേട്ടോ. ഫോളോവേഴ്സൊക്കെ വളരെ കുറവാണ്, അബൌട്ട് ഒരു 19 or 18 ഫോളോവേഴ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതുകൂടെ ഒന്ന് പരിഗണിക്കുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.